നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 40 അധ്യായം 29 വാക്യം. അവൻ തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുന്നു, ബലം ഇല്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് മെസ്സഞ്ചർ ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നാം വായിച്ചതായ വേദഭാഗം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്ത വചനമാണ്. നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വചനം, ആശ്വാസം നൽകുന്ന വചനം. ക്ഷീണിച്ചിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, ബലമില്ലാതായിരിക്കുമ്പോൾ, ആരിലും ആശ്രയമില്ലാതെ നാം ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ വചനം ഒന്ന് വായിച്ചാൽ, കേട്ടാൽ, ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് വലിയൊരു സന്തോഷമുണ്ടാകും. ദൈവം നമ്മെ ബലപ്പെടുത്തുമെന്നും ദൈവം നമ്മെ ശക്തീകരിക്കുന്നുമൊക്കെയുള്ളതായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞു വരും. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചില പ്രത്യേക സന്ദേശത്തിൽ കൂടിയാണ് ഈ വചനത്തിൽ നിന്നും നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കൽ ഒരു കുടുംബത്തിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ തുടരുകയുണ്ടായി. ഭൗമികമായും ആത്മീകമായും അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ. അവർ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം. അവർ ആഗ്രഹിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്ത അനേകായിരം നന്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ജീവിതം മുൻപോട്ട് പോകുന്തോറും ഭൗമികമായി അവർ കൂടുതൽ അവർ ആ ഭൗമികമായ നന്മകളിൽ അവർ സന്തോഷിക്കുവാൻ തുടങ്ങി. ദൈവത്തിലുള്ളതായ ആശ്രയവും ദൈവം അവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയതായ നാളുകളെയും ഒക്കെ അവർ പാടെ അല്പാൽപമായി മറന്നു പോയിക്കൊണ്ടിരുന്നതായ കാലങ്ങൾ. അങ്ങനെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കാലത്ത് അവരറിയാതെ അവരെ തേടി അനേക അനർത്ഥങ്ങളും ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നുകൂടി. അവർ പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളും അവർ പ്രതീക്ഷിക്കാത്ത ഐക്യമില്ലായ്മയും അവരുടെ ജീവിതത്തെ കീഴടക്കുവാൻ തുടങ്ങി. പ്രശ്നങ്ങൾ വർദ്ധിച്ചു, സൗകര്യങ്ങളും വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ച് ഒരു ദിവസം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതോടൊപ്പം തന്നെ അവരറിയാതെ അവർ കണ്ടതായ, അവർ അനുഭവിച്ചതായ നന്മകൾ ഓരോന്നായി അവരുടെ മുമ്പിൽ തകർന്നടിയുവാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ ജീവിതത്തിൽ അവരാൽ പരിഹരിക്കാൻ കഴിയാത്ത അനേക പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലും അഴലാടുവാൻ തുടങ്ങി. ജീവിതം ഒരു പന്താടുന്നത് പോലെ അവർ തന്നെ അവരുടെ ജീവിതത്തെ ഉലയ്ക്കുവാൻ തുടങ്ങി. എങ്ങും ഗത്യന്തരമില്ലാതെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും എല്ലാം കൂടെ ഒന്നിച്ച് തകർക്കുന്നതായ ഒരു ചിന്താഗതിയിൽ അവർ വളർന്നു. എന്നാലും അല്പമായി അവരിൽ അവശേഷിച്ചിരുന്നതായ ഒരു ദൈവസ്നേഹം ഒരു രാത്രിയിൽ ദൈവസന്നിധിയിൽ പോയി കരയുവാൻ അവരെ നിർബന്ധിക്കുകയുണ്ടായി. ആ സഹോദരൻ ദൈവസന്നിധിയിൽ പോയി കരഞ്ഞു. കർത്താവേ, ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. ഇങ്ങനെ തുടരാൻ കഴിയുകയില്ല. കുടുംബത്തിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, ജീവിതത്തിൽ പ്രശ്നം, ബിസിനസ്സിൽ പ്രശ്നം, അങ്ങനെ സകലയിടങ്ങളിലും പ്രശ്നങ്ങൾ. ഞങ്ങളെ കാണുന്നവർ ശത്രുക്കളെ പോലെ ഞങ്ങളെ കാണുന്നു. എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിൽ ശക്തിയില്ല. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിന്ന് തകർന്നുപോയി. അങ്ങനെ ആ സഹോദരൻ ദൈവസന്നിധിയിൽ കഴിച്ചതായ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിൽ എത്തിയപ്പോൾ വാസ്തവമായ ഒരു മാനസാന്തരത്തിൻ്റെ ധ്വനി ദൈവസന്നിധിയിൽ ധ്വനിക്കപ്പെട്ടതിനാൽ അവനിൽ ദൈവം ശക്തി പകരുവാൻ തുടങ്ങി. ദൈവം അവനെ ശക്തിപ്പെടുത്തി, അവനെ ആശ്വസിപ്പിച്ചു. അവനറിയാത്ത അനേക നന്മകളുടെ കവാടങ്ങൾ ദൈവം അവന് വേണ്ടി തുറന്നു. അവനുള്ളിൽ തന്നെ അങ്ങനെ ചില വഴികൾ അവൻ്റെ മുൻപിൽ തുറന്നു കണ്ടപ്പോൾ വാസ്തവമായി ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ അവന് മനസ്സിലാക്കുവാൻ തുടങ്ങി. പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ദൈവം ഇങ്ങനെയൊക്കെ അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തെങ്കിലും അവൻ്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ് അവനെടുത്തതായ തീരുമാനത്തിൽ നിന്ന് പുറമോട്ട് പോകുവാൻ അവൻ മുതിർന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബജീവിതത്തെ ബ്രേക്ക് ചെയ്യുവാൻ അവൻ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ തന്നെ പോയി. വാശിയും വൈരാഗ്യവും വാക്കുകളിന്മേൽ വാക്കുകളും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് പ്രതികാരത്തിന്മേൽ പ്രതികാരം,
ഇങ്ങനെ പ്രതികാരങ്ങൾ വർദ്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഐക്യതയ്ക്ക് സൗഖ്യം വന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങളുണ്ടായി. അവരറിയാത്ത നന്മകൾ അവിടെ തേടി വന്നെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അവർ ക്ഷമിക്കാത്ത, അവർ വിട്ടുകളയാത്ത വാക്കുകൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ വേർപിരിയുവാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു രാത്രിയിൽ ആ സഹോദരൻ വലിയ ഒരു പ്രശ്നങ്ങളുടെ നടുവിലായി. അവൻ വീണ്ടും ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. ദൈവത്തോട് അവൻ ചോദിച്ചു, കർത്താവേ, ഈ തരുണത്തിൽ നീ എന്നെ ഒന്നുകൂടെ സഹായിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് അവനോടൊരു കാര്യം ചോദിച്ചു. നീ കുഴഞ്ഞുപോയ ചില സാഹചര്യം, തളർന്നു പോയ സാഹചര്യം, നിൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നീ തീരുമാനിച്ച് എൻ്റെ സന്നിധിയിൽ കരഞ്ഞ ചില ദിവസങ്ങൾ, അത്ഭുതകരമായ വഴികൾ തുറന്നു തന്ന് ഞാൻ നിന്നെ സഹായിച്ചു. പക്ഷെങ്കിൽ ഞാൻ നിനക്ക് നൽകിയതായ ബലവും ഞാൻ നിനക്ക് നൽകിയതായ ശക്തിയും നിൻ്റെ സ്വന്തം തീരുമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നീ തീരുമാനിച്ചു. അങ്ങനെയല്ല, ഞാൻ എന്തിനു വേണ്ടി നിനക്ക് ശക്തി തന്നു, എന്തിനു വേണ്ടി നിന്നെ ഞാൻ ബലപ്പെടുത്തി. നിനക്കില്ലാതിരുന്ന ബലവും നീ ആഗ്രഹിക്കാത്ത ചില വഴികളും നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകളും നിൻ്റെ ജീവിതത്തിൽ ഞാൻ തുറന്നു തന്നതിൻ്റെ കാരണം നിനക്ക് വേണ്ടിയല്ല, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ കുടുംബത്തെ പണിയുവാൻ. അവിടെയാണ് നീ തകർച്ച നേരിട്ടത്. അവിടെ നിന്നാണ് നീ എന്നെ സന്ദർശിച്ചത്. അവിടെ നിന്നാണ് നീ എന്നോട് നിൻ്റെ സങ്കടങ്ങൾ പകർന്നത്. പക്ഷെങ്കിൽ ഞാൻ തന്ന നന്മകളുമായി നീ ഓടി ഒളിക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ ദൈവം തരുന്നതായ നന്മകൾ, ദൈവം ചെയ്യുന്നതായ ശക്തി, ദൈവം തരുന്നതായ ബലം ഒരു പക്ഷെങ്കിൽ നാം എവിടെ തകർച്ച അനുഭവപ്പെട്ടുവോ ആ തകർച്ചയിൽ നിന്ന് ഉയരുന്നതിന് വേണ്ടിയാണ്. നാം എവിടെ യാത്ര തടസ്സപ്പെട്ടുവോ ആ യാത്ര തുടരുന്നതിന് വേണ്ടിയാണ്. അവിടെ യാത്ര അവസാനിപ്പിക്കുവാനല്ല. ദൈവം തരുന്ന ബലത്തിലും ദൈവം തരുന്ന ശക്തിയിലും നമുക്കിഷ്ടം പോലെ വേറൊരു പന്ഥാവിലേക്ക് നാം യാത്ര പോകുവാനല്ല, അല്ലെങ്കിൽ നമ്മുടെ നടപ്പുകളെ, നമ്മുടെ ജീവിതങ്ങളെ തുടർന്ന് തിരിക്കുവാനുള്ളതല്ല. ദൈവത്തോട് നാം എവിടെയാണ് ബലം ആവശ്യപ്പെട്ടത്, എന്തിനു വേണ്ടിയാണ് ശക്തി ആവശ്യപ്പെട്ടത്, എവിടെയാണ് നമുക്ക് ബലമില്ല, ഇനി മുൻപോട്ട് നടക്കുവാൻ നിനക്ക് വഹിയ എന്ന് ദൈവത്തോട് പറഞ്ഞത് എവിടെയാണ്? ആ യാത്രയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് പലപ്പോഴും ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്. നാമോ അതിൻ്റെ അന്തരാംഗങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, ദൈവം നമ്മോടുള്ള ചെയ്യുന്നതായ സന്ദേശങ്ങളെ പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ സ്വതസിദ്ധമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന ബലത്തെ നാം ഉപയോഗിക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കണം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ പല വിചിന്തനകൾ ഉണ്ടാകണം. നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, നമ്മൾ അനുഭവിക്കുന്ന സൗഖ്യം, നമ്മൾ അനുഭവിക്കുന്നതായ സുഖസൗകര്യങ്ങൾ, നാം അനുഭവിക്കുന്നതായ അനേക വഴികളും, അല്ലെങ്കിൽ ദൈവം തരുന്നതായ ശക്തിയും ബലവും ഒക്കെ എന്തിനു വേണ്ടിയാണ്? നാം എവിടെ കൊഴിഞ്ഞു പോയതോ അവിടെ നിന്നുള്ളതായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ഒരു ഉന്നമനത്തിന് വേണ്ടി, നാം മറ്റുള്ളവർക്ക് വേണ്ടി ആ നന്മകൾ, ആ ബലം നമ്മിൽ തന്നെ വയ്ക്കാതെ, ആ ബലം എവിടെ ആർക്ക് വേണ്ടി ദൈവം പകർന്നുവോ അവരിലേക്ക് നാം തുടർന്ന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ബലവും ശക്തിയും ഉണ്ടാകണം. അപ്പോഴാണ് ദൈവം നമ്മെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വീണ്ടും വീണ്ടും നാം കുഴയുന്ന സാഹചര്യങ്ങളിലൊക്കെയും നമ്മെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിന് ഇഷ്ടമാകുന്നത്. ഇല്ലായെങ്കിൽ ദൈവം നമുക്ക് തന്നതായ നന്മകളെക്കുറിച്ച് ദൈവം അനുദപിക്കുന്നതായ ചില സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വഴുതിപ്പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെയും നമ്മോട് ചിലത് സംസാരിക്കും, നമ്മോട് ചിലത് പ്രവചിക്കും, നമ്മളെ ചിലതൊക്കെ കാണിച്ചു തരും, നമ്മെ ചിലതൊക്കെ അനുതാപത്തിലേക്ക് കൊണ്ടുപോകും, നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ തന്നിഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അഭ്യസിക്കുവാൻ ഒന്നും ഉണ്ടാകുകയില്ല. നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ അതിൽ നിന്നും ഒന്നും തന്നെ ബാക്കിയുണ്ടാകുകയില്ല. എന്നാൽ ദൈവം തരുന്ന ബലത്തെയും ദൈവം തരുന്നതായ ശക്തിയെയും നാം ദൈവത്തിൻ്റെ ആലോചനയിൻ പ്രകാരം ഉപയോഗിക്കുമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു പദ്ധതിയെയും നമ്മുടെ ജീവിതത്തിൽ പ്രകാശനം ലഭിച്ചവരായി അനേകർക്ക് അനുഗ്രഹമായി നമ്മുടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ദേശത്തിന്, നമ്മുടെ സമൂഹത്തിന് ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി നമുക്ക് തന്നെ നമ്മെ തന്നെ പണിയുന്ന ഒരു ദേഹികളായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക്, ഭാഗ്യകരമായ ഒരു പ്രത്യാശയുടെ താഴ്വരകളിലേക്ക് ഈ പ്രഭാതത്തിലെ വചനം നമ്മെ കൊണ്ടെത്തിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.